അങ്ങനെ വന്ദേ മാതരം മുഖ്യമായി തീർന്നിരിക്കുകയാണ്. അതെ, അത് ഒരുപക്ഷെ കേരളത്തിൽ അത് ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. വന്ദേ മാതരവും ഭാരതാംബയും ഒക്കെ വലിയ അസഹിഷ്ണുത പുലർത്തുന്നവരാണ് ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരും സഹയാത്രികന്മാരും ഒക്കെ തന്നെ. അതെ, ഇനിയിപ്പോൾ നിയമമായി കഴിഞ്ഞാൽ, അത് പ്രോട്ടോക്കോളായി കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കുകയേ വകയുള്ളൂ. എന്തായിരിക്കും? അല്ല, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത് നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞ അസംബ്ലിയിൽ പ്രത്യേക നിയമം ഇവർ കൊണ്ടുവരുമോ എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. കാരണം 3 മിനിറ്റ് 10 സെക്കൻഡേ ഇതിൻ്റെ ദൈർഘ്യമുള്ളൂ. അപ്പോൾ ഈ ഗാനം മാറ്റിവെച്ചത് വെറും 4 വരിയാണ്. ഇത് ആദ്യം നമ്മുടെ ഗാന്ധിജിയുടെ ആത്മകഥയെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം ഈ ഗാനം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി വന്നപ്പോൾ ജനഗണമന പോലെ പരിഗണന കൊടുത്തുകൊണ്ടിരുന്നു. അതെ, പാർലമെൻറ്റ് രേഖകളിൽ ആദ്യത്തെ പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇത് ആലപിക്കുമായിരുന്നു 3 മിനിറ്റ് 10 സെക്കൻഡ്. അവസാനം പാർലമെൻറ്റ് പിരിയുമ്പോൾ ജനഗണമന പാടി അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഈ ഒരു കാലഘട്ടത്തെ ആ വരികൾ ഞാൻ ഒന്ന് സൂചിക്കാം. ത്വം ഹി ദുർഗാ ദശപ്രേരണ ധാരിണി കമലദള വിഹാരിണി വാണി വിദ്യാദായിനി നമാമി ത്വം നമാമി കമലാം അമലാം അതുലാം സുജലാം സുഫലാം മാതരം വന്ദേ മാതരം. അപ്പോൾ ഇത് വാണിദേവിയായ സരസ്വതിയെ വന്ദിക്കുന്നു എന്നാണ് അന്നത്തെ മുഹമ്മദ് അലി ജിന്നയുടെ ആക്ഷേപം. അന്ന് പറഞ്ഞ ഒവൈസി കുടുംബങ്ങൾ ഹൈദരാബാദിൽ നിന്ന് ഈ 4 വരികൾ പാടില്ല, ഇത് ഹിന്ദു വർഗീയതയാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ഭാരത അമ്പയായ ദേവിയെ, സരസ്വതി ദേവിയെ, ഈ മാതാവായി നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ വന്ദിക്കുന്നതാണ് ഇതിൽ വരുന്ന സാരം ചാറ്റർജി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വർഗീയത കണ്ടുകൊണ്ടാണ് ഒരു മുസ്ലിം രക്തധാരിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇത് നിരോധിച്ചത്. എന്നിട്ട് പറഞ്ഞു, അന്നത്തെ മറ്റേ ഹിന്ദു മഹാസഭയുടെയും ജനസംഘത്തിൻ്റെ ശ്യാമപ്രസാദ് മുഖർജി തുടങ്ങിയവർ പാർലമെൻറ്റിൽ നീണ്ട ബഹളങ്ങളായിരുന്നു. ഈ ഭാരത രാജ്യം വിഭജനം നടന്നപ്പോൾ അവർ അവരുടേതായ രാജ്യത്ത് പോകാമെന്നും ഇഷ്ടമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഇന്ത്യയിൽ താമസിക്കാം, ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന് ദ്രോഹിക്കാതെ നിൽക്കാം എന്നുള്ളൊരു നിബന്ധന ഗാന്ധിജി വയ്ക്കുകയും വിഭജന കാലത്ത് ഈ ഗാനം എന്തിന് നിരോധിക്കുന്നെന്ന് ശ്യാമപ്രസാദ് മുഖർജി എന്ന കൃഷി വകുപ്പ് മന്ത്രിയാണ് പാർലമെൻറ്റിൽ, അദ്ദേഹം എതിർത്തു. അന്നത്തെ ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ശക്തമായി പ്രക്ഷോഭം ഡൽഹി ഗാന്ധിയുടെ ആ സ്മാരകത്തിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. അപ്പോൾ ഇത് മാറ്റാൻ പാടില്ല. അപ്പോൾ ഈ ജിന്നയുടെ ഫാമിലിക്കും കോൺഗ്രസ് കാശ്മീരിൽ നിന്നുള്ള കുറച്ച് മുസ്ലിം എംപിമാർക്കും ഹൈദരാബാദ് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു MP പോലും എതിർത്തിട്ടുണ്ടെന്നാണ് പാർലമെൻറ്റ് രേഖകൾ പറയുന്നത്. ഇതിലെവിടെയാണ് ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വർഗീയമുള്ളത്? ഭാരതം നമ്മുടെ അമ്മയാണ്, അതുകൊണ്ടാണ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത്. ലോക രാഷ്ട്രങ്ങളിൽ പോകുമ്പം അവിടുത്തെ ഇന്ത്യൻ വംശജരാണ് മോഡിയെ വരവേൽക്കുമ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത്. അതുപോലെ വന്ദേ മാതരം, സുജലാം സുഫലാം ഗാനങ്ങൾ ആലപിക്കുന്നു വിദേശത്ത്. അപ്പോൾ അന്നത്തെ 4 വരി മാത്രം പാടിയാൽ മതിയെന്ന് അന്നത്തെ സ്പീക്കർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ആദ്യത്തെ 4 വരി. അപ്പോൾ ഒരു ഗാനം എഴുതി ചിട്ടപ്പെടുത്തി ചാറ്റർജി അവർ കൊടുത്തേനെന്ന അദ്ദേഹത്തിൻ്റെ ആ കാവ്യ ഭാവനയിൽ കത്തിവെക്കുന്നതല്ലേ ആദ്യത്തെ 4 വരി മാത്രമേ പാടാൻ പാടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഫുൾ പാടണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് വീണ്ടും ഇന്ത്യയുടെ ആത്മാഭിമാനം ലോകരാഷ്ട്രത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വരുന്ന ഈ കാലയളവിൽ വിദേശ ഫ്രാൻസിലോ ജർമ്മനിയിലോ യൂറോപ്യൻ ഐക്യനാടിലോ ചെന്നിറങ്ങുമ്പോൾ ഈ ഗാനങ്ങളെല്ലാം 3 മിനിറ്റ് 10 സെക്കൻഡ് മിലിറ്ററിക്കാർ പോലും അവരുടെ വാദ്യതാളത്തിൽ ആഘോഷിച്ച് പാടുന്നു. പിന്നെ എന്തേ ഭാരതത്തിൽ ഇതായിക്കൂടാ? അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുഭരണ വകുപ്പ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് സർക്കുലർ ഇറക്കി എല്ലാ ഗവൺമെൻറ് ചടങ്ങുകളിലും എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രോട്ടോക്കോൾ ലിസ്റ്റിൽപ്പെടുത്തി സ്കൂളുകൾ തുടങ്ങുന്നതിന് മുമ്പേ വന്ദേ മാതരം. നമ്മളൊക്കെ പഠിക്കുമ്പോൾ വന്ദേ മാതരം ഉണ്ടായിരുന്നു. 75 കാലഘട്ടം അടിയന്തരാവസ്ഥയിൽ പോലും വന്ദേ മാതരം സ്കൂളിൽ പാടും. ലാസ്റ്റിൽ ബെല്ലടിച്ച് വിടുമ്പോൾ ജനഗണമന പാടി അവസാനിക്കും. അത് തുടങ്ങുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുഭരണ വകുപ്പും
ആഭ്യന്തര ഹോം ഡിപ്പാർട്ട്മെൻറ്റും സൽക്കുറൽ സംസ്ഥാനത്ത് കൊടുത്തു. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു മന്ത്രി ഇന്ന് രാവിലെ വാർത്തയിൽ കാണാൻ കഴിഞ്ഞു, സ്വാഗതം ചെയ്തിരിക്കുന്നു. തമിഴ്നാട് എപ്പോഴും വിഘടനവാദത്തിലുള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിലൊന്നും മിണ്ടുന്നില്ല. കേരളത്തിൽ ചില സോഷ്യൽ മീഡിയകളിൽ കണ്ണൂരിൽ നിന്ന് വരുന്നത് മറ്റ് CI ബില്ലുകൾ അസംബ്ലിയിൽ പാസ്സായതുപോലെ കേരളത്തിൻ്റെ പൊതുഭരണ വകുപ്പിൽ ഇത് പാടുവാൻ പാടില്ല, നിയമം കൊണ്ടുവരണമെന്ന് ചില സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വന്നിരിക്കുന്നു. അപ്പോൾ എന്തിനും കേരളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഈ സുജലാം സുഫലാം എന്ന് പറയുന്ന ഈ വാണി ദേവിയുടെ രാഷ്ട്രത്തിൻ്റെ ഒരു അവയവമല്ലേ കേരളം? കേരളം എന്തിനാണ് ദേശീയതയിൽ നിന്ന് മാറി നിൽക്കുന്നത്? അപ്പോൾ കേരളത്തിലെ സഖാക്കൾക്ക് ഇനി ഹാലളവും. കാരണം ന്യൂനപക്ഷ വോട്ട് ധ്വംസനത്തിനുണ്ട്. ഇപ്പം 4ഉം 5ഉം ജില്ലകൾ രൂപീകരിക്കണമെന്ന് പറയുന്നിടത്ത് നമ്മൾ നിരോധിക്കാം എന്ന് വരെ വേണമെങ്കിൽ വരുന്ന മെയ് തിരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാകും. അപ്പോൾ ഒരു രാഷ്ട്രത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു രാഷ്ട്രമായിട്ട് കാണുവാൻ ഇന്നും EN ശങ്കരൻ നമ്പൂതിരിപ്പാട് സാറിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറല്ല. ഭാരതം ഒരു രാജ്യമല്ല. നിരന്തരം നമ്പൂതിരി സാറ് പ്രസംഗിക്കുമ്പോൾ ഗാന്ധി പാർക്കിലൊക്കെ നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ പറയുന്നതാണ്, ഇത് ഭാരതം ഒരു രാജ്യമല്ല, വിവിധ നാട്ടുരാജ്യങ്ങളുടെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ പിന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഫ്രീ ട്രേഡ് കൊണ്ടുവന്നതും നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചതും ഭാരത ഭരണഘടനയിൽ ഭാരതത്തിൻ്റെ ശ്രീകോവിലിനകത്ത് എഴുതി ചേർത്ത പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്നതെല്ലാം ചുമ്മയാണോ? അപ്പോൾ ഇന്ത്യയിലുള്ള അവരുടേതായ ചില സങ്കല്പങ്ങൾ കൂടി മാത്രം പോകുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു ഗാനം, ദേശീയ ഗാനങ്ങൾ ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം കേൾക്കാറുണ്ടോ? അവരുടെ പാട്ടുകളെല്ലാം ഇല്ലി മുളം കാടുകളിൽ ലല്ലലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ. ഈ ഇല്ലിമുളം കാട് എവിടെയാണ്? ചൈനയിൽ നിന്നുള്ള മുളം കാടുകളിലുള്ള ആ തെന്നലേ, ആ കാറ്റ് കേരളത്തിൽ വരണം, ഭാരതത്തിൽ വരണമെന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം. അല്ലാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ വന്ദേ മാതരം സുജലാം സുഫലാം എന്നവർ പാടുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകൾ, വിപ്ലവ ഗാനങ്ങൾ അവർക്ക്, ഇന്ത്യൻ ദേശീയതയിൽ പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള ദേശഭക്തി ഗാനങ്ങൾ കമ്മ്യൂണിസ്റ്റിന് വേണ്ട. ഈ ഗവൺമെൻറ് മന്ത്രിമാർ വന്ന് സ്വാതന്ത്ര്യ ദിനത്തിന് പരേഡ് പതാകകൾ ഉയർത്തുമ്പോൾ പാടുന്ന ദേശഭക്തി ഗാനങ്ങളല്ലാതെ ബാക്കി കമ്മ്യൂണിസ്റ്റുകാരുടെ ഏത് ഔദ്യോഗിക പരിപാടികളിലും ചൈനയെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളാണ് അവർ പാടുന്നത്. പിന്നെ പാടില്ലേ, മധുര മനോജ്ഞമാം ചൈന, അങ്ങ് പോകുവാൻ കഴിഞ്ഞാൽ എന്തു ഭാഗ്യം. ഇന്നിവിടെ മധുര മനോജ്ഞമായ ചൈന, അതേസമയം മനോഹരമായ ഭാരതം, ലോകത്തിൻ്റെ മുമ്പിൽ സർവ വാണി ഗണപതിയായ ഈ ഭാരതം, ലോകാസമസ്ത സുഖിനോ ഭവന്തെന്ന ആപ്തവാക്യത്തിൽ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും പുല്ലുകൾക്കും സകല ചരാചരങ്ങൾക്കും സുഖം വരട്ടെ എന്നാണ് ഭാരതത്തിൻ്റെ ആപ്തവാക്യം. കമ്മ്യൂണിസ്റ്റുകാർ അതല്ല പറയണത്, അവർ മധുര മനോജ്ഞമായ ചൈന. പിന്നെ പറയുന്നത് എന്താ? ചൈന എന്നൊരു രാജ്യമുണ്ട്, അങ്ങ് പോകുവാൻ കഴിഞ്ഞാൽ എന്തു ഭാഗ്യം. അവരൊരിക്കലും ഭാരതത്തെക്കുറിച്ച് സ്തുതിക്കുകയോ ഭാരതദേശത്തിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുകയില്ല. അവരുടെ കാഴ്ചപ്പാടുകൾ എപ്പോഴും അവരുടെ ചൈനയാണ്. അതുകൊണ്ടാണ് ഭരിച്ച് ബംഗാൾ പോയി, കേരളം പോയി, മഹാരാഷ്ട്രയിൽ 22 എംപിമാരുണ്ടായിരുന്നു, ബീഹാറിൽ 40 MLA ഉണ്ടായിരുന്നു, 5 MP ഉണ്ടായിരുന്നു, ത്രിപുരയിൽ 2 MP അവരുടേത്, 40 MLA അവരുടേത്, മഹാരാഷ്ട്രയിലെ ട്രേഡ് യൂണിയനിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ CIT ആയിരുന്നു, രാജസ്ഥാനിൽ BJP ഭരണം നടത്തണമെങ്കിലും ട്രേഡ് യൂണിയൻ ഒന്നാമതായിരുന്നു. ഇപ്പോൾ ചുരുങ്ങി അവരുടെ അഖിലേന്ത്യാ ബന്ദ് കേരളത്തിൽ മാത്രം, പാറശാല മുതൽ കാഞ്ഞങ്ങാട് വരെയാണ് ഭാരതരാജ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.